പ്രൈസ് ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 136 സങ്കീർത്തനം 1 വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, അവൻ നല്ലവനല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ഈ ഭൂമിയിലെ ഈ ലോകത്തിൽ നല്ലവരെന്ന് പറയുവാൻ ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാ. വിശ്വസ്തനെന്ന് പറയുവാൻ ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാ. ആമേൻ. നല്ലവനായ, വിശ്വസ്തനായ, വാക്കു പറഞ്ഞാൽ മാറാത്തവനായ, വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവനായ, നമ്മെ കൈവിടാത്തവനായ, നമ്മെ ഉപേക്ഷിക്കാത്തവനായ, നമ്മുടെ കഷ്ടത്തിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, ആമേൻ, മഹാരോഗിയായും മഹാകഷ്ടത്തിലിരിക്കുമ്പോൾ നമ്മളെ കണ്ടിട്ട് കാണാതെ പോകാതെ നമ്മുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് പറയുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കറിയാം മാർത്തയുടെയും മറിയുടെയും കാര്യം. അവരുടെ സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചുപോയി. അമ്മയും മാർത്തയും മറിയും സങ്കടത്തിലാണ്. അവർ വലിയ കരച്ചിലും ദുഃഖത്തിലുമാണ്. യഹൂദന്മാർ അവരോട് കൂടിയിരുന്ന് കരയുകയാണ്. യേശുവിനോട് ഈ വിവരം പറഞ്ഞിട്ടും യേശു ആ സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. യേശു 4 നാളിലൂടെ വരുമ്പോൾ മാർത്തയും മറിയും കരയുന്നത് കണ്ട് ഹല്ലേലൂയ അവരുടെ കരച്ചിലിനോടൊപ്പം ചേർന്ന് കണ്ണുനീർ വാർത്ത് ഹല്ലേലൂയ മരിച്ച് നാറ്റം വെച്ച് പോയ ലാസറിനെ ജീവനോടെ മാർത്തയ്ക്കും മറിയയ്ക്കും കൊടുത്തൊരു ദൈവമാ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ കഴിയണം. അതുകൊണ്ട് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് പറയണം. ഹല്ലേലൂയ. കർത്താവ് വാക്ക് പാലിക്കാത്തവനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന വാക്ക് പാലിക്കുമോ? മതങ്ങൾ പറയുന്ന വാക്ക് പാലിക്കുമോ? മത നേതാക്കന്മാർ പറയുന്ന വാക്ക് പാലിക്കുമോ? അപ്പം മനുഷ്യൻ വാക്കും മാറും. ഹല്ലേലൂയ. ദൈവം വാക്കും മാറത്തില്ല. അതുകൊണ്ടാണ് സംഗീതക്കാരൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതെ, യഹോവ നല്ലവരെന്ന് നീ രുചിച്ചറിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ മുഴുവൻ മാറും. നീ കടന്നു പോകുന്ന ഭയാനകമായ ജീവിത സാഹചര്യങ്ങൾ നടുവിൽ ഹല്ലേലൂയ താങ്ങും തണലും ഒന്നുമില്ലാതെ വരുമ്പോൾ, ആശ്രയമൊന്നുമില്ലാതെ വരുമ്പോൾ നിന്നെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി വളരെ ഭാരപ്പെട്ടു. കർത്താവേ, ഒരു താങ്ങും തണലുമായി ആരെയും കാണുന്നില്ലല്ലോ, വളരെ സങ്കടമാണല്ലോ, ദുഃഖമാണല്ലോ, വളരെ പ്രയാസമാണല്ലോ. കർത്താവേ, അങ്ങ് നല്ലവനാണല്ലോ, അങ്ങയുടെ ദയ വലുതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കേട്ടോ. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നിരാശകളൊക്കെ ഒന്ന് മാറി. എനിക്ക് വീണ്ടും ഒരു സന്തോഷമൊക്കെ കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് നമ്മുടെ ഏത് സാഹചര്യത്തിൽ ഇറങ്ങി വരാൻ കഴിയുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷമയോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുമെന്നേ. സ്തോത്രം. ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന അനവധി സംഭവങ്ങളെ എനിക്ക് ജീവിതത്തിൽ അനുഭവിപ്പാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ആത്മീയ ജീവിതത്തിലെ ഭക്തന്മാരുടെ, എനിക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരുടെ പലരുടെയും പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ കഷ്ടത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവത്തെ ഹല്ലേലൂയ ഞാനും അനുഭവിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവൻ ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ഈ ഭൂമിയിൽ നിൻ്റെ സ്വന്തം ഭർത്താവ് നിന്നെ കൈവിട്ടിട്ട് പോകും, ഭാര്യ കൈവിട്ടിട്ട് പോകും, മക്കൾ കൈവിട്ടിട്ട് പോകും, എല്ലാവരും നിങ്ങളെ കൈവിട്ട് പോകും. എന്നാൽ ഒരിക്കൽ പോലും നമ്മെ കൈവിട്ടിട്ട് പോകാത്തവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞതും കർത്താവ് മാത്രമേ ഉള്ളൂ. ലോകം നമ്മെ കൈവിടും, ഉപേക്ഷിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കൂറിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് അവൻ. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരത്ഭുതം ചെയ്യും.
തലമുറയെക്കുറിച്ച് നീ ഓർത്ത് ഭാരപ്പെടുകയാണ്, കുടുംബജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയാണ്, ജോലിയില്ലാത്തതിനെക്കുറിച്ച് ഭാരപ്പെടുകയാണ്, കടക്കണിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയാണ്. നീ ഏത് മേഖലയിലാണ്? ശാരീരികമായി ബലഹീനതയാണ്. ഒരത്ഭുതം ഇന്ന് പകൽ സംഭവിക്കും. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ക്ഷമയോടെ ദൈവത്തിന് പ്രാർത്ഥിക്കുക. അപ്പം പുരോഹിതന്മാർ, ലേവ്യർ കർത്താവിനെ ഒരേ സ്വരത്തിൽ സ്തുതിച്ച് പാടുവാൻ തീരുമാനിച്ചപ്പോൾ, അവർ കർത്താവിനെ സ്തുതിച്ചപ്പോൾ 1000 10,000 നന്മകൾ ദൈവരുടെ ജീവിതത്തിൽ അയച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ ഇടവിടാതെ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ആയിരക്കണക്കിന് 10,000കണക്കിന് നന്മകൾ ദൈവം അവർക്ക് കൊടുത്ത് നിറച്ചനുഗ്രഹിച്ചതുപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ പാടി സ്തുതിക്കണം. നമ്മൾ ഈ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ലജ്ജിക്കാൻ പാടില്ല. പലർക്കും കർത്താവിനെ പാടി സ്തുതിക്കുക അത്യുച്ഛനാദത്തോടെ, കൈത്താളമേളങ്ങളോടെ, നൃത്തത്തോടെയൊക്കെ ദൈവത്തെ പാടി സ്തുതിക്കുന്നു പറയുമ്പോൾ പലർക്കും നാണോ. ഹല്ലേലൂയ. നിങ്ങൾ നാണിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല, ദൈവമഹത്വം കാണാനും കഴിയത്തില്ല. നമ്മൾ വേദപുസ്തകം മുഴുവൻ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ വായിച്ചാലും പ്രാർത്ഥിച്ച് പഠിച്ചാലും ഒക്കെ അവിടെയെല്ലാം ഭക്തന്മാർ ദൈവത്തെ പാടി സ്തുതിച്ചവരാണ്, നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചവരാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം അവർ നന്ദി പറയും. അപ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരം കൊണ്ട് വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അതിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് ഈ 103-ാം സങ്കീർത്തന ഭക്തന്മാർ എഴുതിയത് എന്തുകൊണ്ടാണ്? അവർ ദൈവത്തെ പാടി സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരുടെ സകല കഷ്ടതയിൽ നിന്നും ദൈവരെ വിടുവിച്ചു. അതുകൊണ്ട് അവർക്ക് പാടാതിരിക്കാൻ പറ്റില്ല. അവരുടെ അകൃത്യങ്ങളെ മുഴുവൻ ദൈവം മോചിച്ചു, അവരുടെ രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കി, അവരുടെ കഷ്ടതകൾക്ക് മാറ്റം വന്ന് സങ്കടങ്ങൾ മാറി, ദുഃഖങ്ങൾ മാറി എന്ന് പറഞ്ഞതുപോലെ നാം ദൈവത്തെ പാടി സ്തുതിച്ചാരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ സകല കഷ്ടങ്ങളും മാറും. നിന്റെ കുടുംബത്തെ പിശാചി ബന്ധിച്ചെങ്കിൽ, നിന്റെ മക്കളെ പിശാചി ബന്ധിച്ചെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ ശത്രു തകർത്തെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വളരെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ സ്വന്തം നാട് വിടുമ്പോൾ ഒരു മുണ്ടും ഒരു ഉടുപ്പും മാത്രമേ ഉള്ളൂ. അയൽവാസി തന്നൊരു ഫാൻ്റുണ്ട്. ഹല്ലേലൂയ. വേറെ ഒന്നുമില്ല. പിന്നെ ചെന്ന വീട്ടിൽ ബൈബിളും കിട്ടി. ബൈബിൾ കോളേജിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ല. അങ്ങനെ കഷ്ടതയുടെ നടുവിലാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്. ആ കഷ്ടതയുടെ നടുവിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് ഉപകാരങ്ങൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഞാനും ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ സ്തുതികൾ കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും, ദൈവിക നന്മകളെ പ്രാപിക്കാൻ കഴിയും. അതെനിക്കും മനസ്സിലായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ എത്രത്തോളം കൊണ്ടുവന്ന ദൈവം, ഹല്ലേലൂയ, ശൂന്യതയിൽ നിന്ന് സകലത്തെ സൃഷ്ടിച്ച ദൈവം, നിൻ്റെ ഒന്നുമില്ലായ്മ, നിൻ്റെ ശൂന്യതയെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ സഹോദര സഹോദരി, നിൻ്റെ ഭവനത്തിൻ്റെ ശൂന്യത, ജീവിതത്തിൻ്റെ ശൂന്യത, നിൻ്റെ മനസ്സിൻ്റെ ശൂന്യത എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിനക്ക് ദൈവത്തെ പാടി സ്തുതിക്കാൻ കഴിയുമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം, നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. വിശ്വസിക്കുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനത്തെ നിങ്ങൾ വായിക്കുന്ന പോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് നല്ലവനെന്ന് അവൻ്റെ സ്തുതിയും സ്തോത്രമിന് മഹത്വം കൊടുക്കുമ്പോൾ കഷ്ടതയുടെ പ്രയാസത്തെ ദുഃഖങ്ങളുടെ അടിയിൽ കടന്നു പോകുന്ന സകല ജനത്തെയും ആശ്വാസം കൊടുക്കണമേ. രോഗമായാലും പാപമായാലും ശാപമായാലും ബന്ധനങ്ങളായിരുന്നാലും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലായിരുന്നാലും ഈ ജനത്തിന് ആശ്വാസം പകർന്ന് വിടുവിക്കാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.